ഫൈറ്റ് സംഗീതാമ്മയോടാണെന്ന് മാത്രം. ഞാനൊന്ന് റൂമിൽ പോയിട്ട് വരാം. അപ്പം മെഡിസിൻ എത്തും. അറ്റൻഡർ വരികയാണെങ്കിൽ ബാഗ് ഒന്ന് താഴെ എത്തിക്കാൻ പറയണം. വേഗം വരണം. എനിക്കിവിടെ ഇരിക്കണമെന്നും വയ്യ. നിങ്ങളെന്നെ വഞ്ചിക്കായിരുന്നല്ലേ? അനു ഇതുവരെ ഡിസ്ചാർജ് ആയില്ലേ? നിർത്തണേ നിന്റെ അഭിനയം. എന്റെ ഫോണിൽ ചില വൃത്തിയായിട്ട ഫോട്ടോസ് മറ്റാരെയെ കൊണ്ട് അയപ്പിച്ചത് നീ അല്ലേടി? എന്ത് ഫോട്ടോസ്? നീയും എന്റെ ഭർത്താവും തമ്മിലുള്ള... അനു, സത്യമായിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അനുവിന് ഞാനത് അങ്ങനെ അയക്കോ? കള്ളം പറയുന്നോടി. നീ എടുത്ത സെൽഫി അതൊക്കെ. അത് എന്റെ ഫോൺ കേടായപ്പോ ഒരു ഷോപ്പിൽ കൊടുത്തതാ. ദൈവമേ, അത് അങ്ങനെ പോയതാവും. വിപിൻ ഡോക്ടർക്ക് ഇനി എന്തു വരാനാ? അയാളൊരു പുരുഷനല്ലേ? ഇനി ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? എന്റെ കരിയറും പോയല്ലോ. നാണോ ഇല്ലാത്തവളെ. പിന്നെ ഇരുന്ന് അഭിനയിക്ക. നീ തന്നെ അത് അയച്ചത്. അനു, എനിക്കത് നിനക്ക് അയച്ചു തരണമെങ്കിൽ എന്നേ ആവാമായിരുന്നു. ഞാനത് ചെയ്തോ? ഏതു തരം ഫോട്ടോ കിട്ടിയെന്ന് എനിക്കറിയില്ല. കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഫോർവേഡ് ചെയ്യാവോ? വൃത്തിയിട്ടവളും. ദുഷ്ട, ചതിയ, വഞ്ചക. അനു, ഇത്രയും കാലം എന്നെ ചതിക്കായിരുന്നല്ലേ? നീ എന്താ? നീലിമയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു. പക്ഷെ സത്യം അതല്ലെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. തെളിവ് സഹിതം എന്റെ കയ്യിലുണ്ട്. ചതിയോ? ഇതൊന്ന് കണ്ടിട്ട് നിഷേധിക്കാമോ നിങ്ങൾക്ക്? മാന്യനയുടെ മുഖം കൂടി ധരിച്ച മൃഗമാ നിങ്ങള്. നിങ്ങളും നീലിമയും തമ്മിലുള്ള വൃത്തികേടുകളുടെ തെളിവായത്. നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയതേ എന്റെ കുഞ്ഞിനെ ആ സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കാനായിരിക്കുമെന്ന് ഞാൻ കരുതി. സത്യം അതല്ലെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. എന്നെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് നിങ്ങൾ നീലിമയുടെ കൂടെ രാത്രി ആഘോഷിക്കാൻ പോയി. അനു, അനു, ഈ ഫോട്ടോയുടെ പിന്നിലെ സത്യം നീ അറിയണം. ഇനി എന്റെ കണ്ണിലും മണ്ണിടാൻ നിങ്ങൾ കരുതണ്ട. ഇത് നിങ്ങൾ നീലിമ അല്ലെന്ന് പറയാൻ പറ്റുമോ? പറ. ഇനിയുണ്ടത്രേ പുറത്തു കാണിക്കാൻ കൊള്ളില്ലാത്ത അത്രയും ചിത്രങ്ങള്. ഇവളെല്ലാം സമ്മതിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇങ്ങനൊരു വൃത്തിയായിട്ട മുഖം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നിങ്ങൾക്ക് ഇവളെ മതിയായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ എന്റെ ജീവിതം കൂടി തകർത്ത്? വഞ്ചകൻ. ക്ഷമിക്കില്ല നിങ്ങളോട് ഞാൻ. അനു, നീ ഇവിടെ കിടന്ന് ചിലക്കാതെ എന്റെ കൂടെ വാ.
ഇനി നിങ്ങൾക്കൊപ്പം എനിക്കൊരു ജീവിതം ഇല്ല. നിങ്ങളെ കാണുന്നത് പോലെ എനിക്ക് അറപ്പാ. പോയിക്ക എന്റെ കൺമുമ്പിന്ന്. എന്റെ വീട്ടിലേക്ക് നിങ്ങൾ ഇനി വന്നു പോരുത്. എനിക്ക് നിങ്ങളെ വേണ്ട. എന്റെ കുഞ്ഞിന് അച്ഛനുമില്ല. നിങ്ങൾ ഇനി എന്നെ കാണില്ല. അനു, അനു നിൽക്കാൻ. അനു, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അനു പ്ലീസ്. നീ എങ്ങോട്ടായി പോകുന്നത്? അനു നിൽക്കാൻ. നിൽക്കാനല്ലേ പറഞ്ഞത്? എവിടെയാ നീ പോകുന്നത്? കുറെ നാളായിട്ട് ഞാൻ സഹിക്കുന്നു. എല്ലാത്തിനും ഒരു പരിധി ഉണ്ടെന്നുള്ള കാര്യം നീ ഓർത്തോ? ഭർത്താവിനെ പറ്റിയുള്ള ഒരു കാര്യം പറഞ്ഞാല് അതിന്റെ സത്യാവസ്ഥ ചോദിച്ച് മനസ്സിലാക്കുക ചെയ്യേണ്ടത്. അല്ലാതെ തോന്നിയതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് വിളിച്ചു കൂവി അപമാനിക്കല്ല വേണ്ടത്. എന്നിട്ട് ഇറങ്ങി അങ്ങ് പോവാ. നീ ആരാണ് നിന്റെ വിചാരം? ഒരു പെണ്ണെ എന്ത് സഹിക്കും? അവളുടെ ഭർത്താവിന് മറ്റൊരു പെൺകുട്ടിയായിട്ടുള്ള ബന്ധം ഒഴിച്ച്. നീ ഇതെന്തറിഞ്ഞിട്ടാണ് ഈ കിടന്ന് ചെലക്കുന്നത്? എല്ലാം അറിഞ്ഞു ഞാൻ. നിങ്ങളുടെ കള്ളക്കഥ മൊത്തം അറിഞ്ഞു. നീ ഒന്നും അറിഞ്ഞിട്ടില്ല. നിനക്കറിയണോ? എല്ലാം ഞാൻ പറയടി. നീ ഇങ്ങോട്ട് വാ. എന്റെ കൂടെ വരാ. ഞാൻ വരില്ല. അനു, ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്. അനു, നിന്നോട് എഴുന്നേറ്റ് വരാനാ പറഞ്ഞത്. നീ എന്റെ കൂടെ വന്നേ പറ്റൂ. കൊണ്ടുപോകാൻ പറ്റൂലെന്ന് ഞാൻ നോക്കട്ടെ. കേറി അങ്ങോട്ട്. ബോഡി, നീ ഇനി ജീവിച്ചിരിക്കണ്ട. എന്നെ വിടാനാ പറഞ്ഞേ. ബോഡി,